കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുയിൽ ജാതി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. എല്ലാ കൂട്ടുകാർക്കും ഐഡിൽ കിഡീസിന്റെ വിഷു ആശംസകൾ. എല്ലാവരും വിഷുക്കണി കണ്ടില്ലേ? എല്ലാവർക്കും കൈനീട്ടം കിട്ടിയില്ലേ? കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പുത്സവങ്ങളാണ് ഓണവും വിഷുവും. ഓണം നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. വിഷുവിനെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. അതിലൊന്നാണ് ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് ഈ ദിവസമാണ് വിഷു. മറ്റൊന്ന്, രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യന് നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വേൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം. ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് തലേ ദിവസം വീട് വൃത്തിയാക്കി ചപ്പും ചവറുകൾ കത്തിക്കുന്നത് രാവണ വധത്തിനു ശേഷം നടന്ന ലങ്കാ ദഹനത്തെ സൂചിപ്പിക്കുന്നു. അടുത്തൊരു കൊല്ലത്തെ കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷുക്കണിയാണ്. വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോടനുബന്ധിച്ച ആഘോഷങ്ങളാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല. തേച്ചുമിനിക്ക് ഓട്ടുരുളിയില് അരിയും നെല്ലും പാതി നിറയ്ക്കും. അതിന്റെ കൂടെ അലക്കിയ മുണ്ട്, സ്വർണം, പണം, വാൽക്കണ്ണാടി, കണിക്കൊന്ന പൂവ്, വെറ്റില, പഴുത്തടയ്ക്ക, കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ, ചക്ക, മാങ്ങ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ, രാമായണം പോലെയുള്ള ഗ്രന്ഥം മുതലായവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും ചന്ദനത്തിരിയും നാളികേരപ്പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക. പ്രായമായ സ്ത്രീ രാത്രി കണിയൊരുക്കി ഉറങ്ങാൻ കിടക്കും. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്ന് കണ്ണ് പൊത്തിക്കൊണ്ടു പോയാണ് കണി കാണിക്കുന്നത്. വീട്ടിലുള്ള എല്ലാവരും കണി കണ്ടാല് വീടിന്റെ കിഴക്ക് വശത്ത് കണി കൊണ്ട് ചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം. അതിനുശേഷം പല വൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കുന്നു. കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ വീട്ടിലുള്ളവർക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത്. ഈ വിഷു നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും മറ്റ് വിവിധ മേഖലകളിൽ രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി നമുക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ.